നമസ്കാരം. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയായിരുന്നല്ലോ. വിവിധ തരം വിഷ്വലുകൾ പല മാധ്യമപ്രവർത്തകരും നമുക്ക് മുന്നിലേക്ക് ഒപ്പിയെടുത്ത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ചില വിലപ്പെട്ട ദൃശ്യങ്ങൾ, അതിനിടയിൽ ആരും മിസ്സാക്കരുതാത്ത, ഒരുപാട് ബുദ്ധിമുട്ടി പുറകെ നടന്ന് ചില ക്യാമറ മക്കൾ എടുത്ത ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണേ. എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു അല്ലേ? സംഭവം ആറ്റുകാൽ പൊങ്കാലയാണ്. ആറ്റുകാൽ പൊങ്കാല എന്താണെന്നറിയില്ല, പൊങ്കാല ഇടുന്നതിന് പിന്നിലെ വിശ്വാസം എന്താണെന്നറിയില്ല, ഇതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് അറിയില്ല, ആ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയില്ല, പൊങ്കാല ഇടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല. ഒരു വകയെ അറിയില്ല. നമുക്ക് അന്നത്തെ ദിവസത്തെ പ്രത്യേക ഒരു ടെമ്പിൾ ലുക്കിൽ വന്ന് നമ്മുടെ പല പോസുകൾ നാട്ടുകാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണം. അതാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ആ ഉദ്ദേശം സഫലമാക്കാൻ വേണ്ടി ഇവരുടെയൊക്കെ കീഴെ ചുവട്ടിൽ ചെന്ന് കിടക്കുന്ന ക്യാമറ മക്കളുണ്ടല്ലോ, അവർക്കൊരു പ്രത്യേക വന്ദനം. എടാ മക്കളെ, അതൊരു ക്ഷേത്രമാണ്. അവിടെ എത്തുന്നവർക്ക് മനസ്സിൽ പല ആഗ്രഹങ്ങളും സഫലമാക്കാനുണ്ടായിരിക്കും, ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ചിലർ എന്തെങ്കിലും ആഗ്രഹങ്ങൾ സഫലമാക്കി കൊടുത്തതിനുള്ള നന്ദിയായിരിക്കും അവിടെ പറയുന്നത്, കണ്ണുനീരായിരിക്കും, പുഞ്ചിരിയായിരിക്കും, സമാധാനമായിരിക്കും, സംതൃപ്തിയായിരിക്കും, ആശ്വാസമായിരിക്കും പലരുടെയും മുഖങ്ങളിലും മനസ്സിലുമൊക്കെ ആ സമയത്ത് നിറഞ്ഞു നിൽക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള വ്രതശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി പ്രാർത്ഥനയ്ക്കായിട്ട് അമ്പലത്തിൻ്റെ പരിസരത്തും അമ്പലത്തിലൊക്കെ ആയിട്ട് വരുന്നവരുടെ കാര്യം ഞാനീ പറയുന്നത്. അല്ലാതെ പ്രദർശനത്തിനും പ്രഹസനത്തിനുമായിട്ട് വരുന്നവരുടെയും മൈലേജ്, റീൽസുകളിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള മൈലേജ് കൂട്ടാൻ വേണ്ടി വേഷം കെട്ടുന്ന അലവലാദികളുടെയും കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് കണ്ടാൽ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളൊന്ന് പറ. പലയിടങ്ങളിലും ഇവരിത്തരം പ്രദർശനങ്ങൾ കാണിക്കുന്നുണ്ട്. തുണി ഉടുത്താലും തുണി ഉടുക്കാത്തതുപോലെ, സാരി ഉടുത്താലും സാരി മുഴുവൻ അഴിച്ചിട്ടിരിക്കുന്നത് പോലെ, വയറിൻ്റെ ഏതുവരെ കാണിക്കണം, നെഞ്ചിൻ്റെ ഏതുവരെ കാണിക്കണം, മൂല ഏതുവരെ കാണിക്കണം എന്നൊന്നും അറിയാതെ ഞെളിവിരി കൊള്ളുകയാണ് പല വേദികളിൽ ഇവരൊക്കെ. അതേ സംഭവം ആറ്റുകാൽ പൊങ്കാലയുടെ ദിവസം ആ പൊങ്കാല കലത്തിന് മുന്നിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇവരുടെയൊക്കെ വിഷ്വൽ പിടിക്കാൻ മത്സരിച്ച് ചളിബ്രിറ്റികളാണ്. ഇവരുടെയൊക്കെ പുറകെ കൂടുന്ന അവരെ എന്ത് പറയണം? നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ഈ പുറകെ നടക്കുന്നവർക്ക് വേറെ എവിടെല്ലാം ചെന്ന് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ പകർത്താം? ഇവരൊക്കെ എപ്പോഴും ഇതൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളല്ലേ? ഈ ഒരു സമയത്ത് വേണം. എനിക്ക് ആ നടി ചിപ്പി ഉണ്ടല്ലോ, ചിപ്പി രഞ്ജിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മറ്റുള്ളവരെ ഇതിൽ വിലക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി, ആ സ്ത്രീയോട് ബഹുമാനം തോന്നി. ഒരു ക്ഷേത്രത്തിലൊക്കെ വന്നാൽ എല്ലാവരും ഒരുപോലെ തന്നെ. മരണ വീടുകളിലെ സെലിബ്രിറ്റികളോട് ആളുകൾ കാണിക്കുന്ന ആരാധനയുടെ പ്രകടനവും അവർക്കൊപ്പം സെൽഫി എടുക്കാൻ പോക്കും, അവരെ നോക്കി നിൽക്കലും, ഓട്ടോഗ്രാഫിന് പോകലും, അവിടെ ഉണ്ടാകുന്ന തിരക്കും, ഇതിനൊക്കെ നമ്മൾ വിമർശിക്കുന്നില്ലേ? അതുപോലെ തന്നെയല്ലേ ക്ഷേത്രം? അവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഉണ്ടോ? ദൈവത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലേ? എല്ലാവരും അവിടെ ചെല്ലുന്നത് പ്രദർശനത്തിന് വേണ്ടിയാണോ? അല്ലെങ്കിൽ ഇതൊക്കെ കാണാൻ വേണ്ടിയാണോ? കുറേ പേരിങ്ങനെ നോക്കിയിരുന്ന് പായിന്ന് ഇങ്ങനെ ഇറ്റ് വീഴുകയാണ്. അവർ അവിടെ പൊങ്കാല നേദിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നവർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഉച്ഛിഷ്ടമാണോ ദേവിക്ക് നേദിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല. ചുമ്മാതെ അന്ന് കുറേ ആളുകൾ വരും, കുറേ ക്യാമറ നമുക്ക് നേരെ വരും. അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെയൊക്കെ പ്രദർശിപ്പിച്ച് നിന്ന മൈലേജ് കൂടുമെന്ന് കരുതി വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ഈ ക്യാമറ മക്കൾക്ക് നാണമില്ലേ? ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ ഏത് വേഷവിധാനത്തിൽ പോകണം എന്നുള്ളത് ഒരു തർക്ക വിഷയം പോലെ നിലകൊള്ളുകയാണ്. ഒരുപക്ഷെ ആളുകൾ പറയുന്നത് ദൈവം നമുക്കെല്ലാം തന്നപ്പോൾ അതെല്ലാം ദൈവത്തിന് മുന്നിൽ നമ്മൾ കാണിക്കണം, നമ്മൾ പിന്നെ ആരെ കാണിക്കാനാണ്? എനിക്ക് ദൈവം തന്നതെല്ലാം ഞാൻ ദൈവത്തിനെ കാണിക്കണം. ഒരുപക്ഷം പറയുന്നത് വളരെ ലളിതമായിട്ട് പോകണം, ദൈവത്തിന് മുന്നിൽ അഹങ്കാരം കാണിക്കരുത്. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ഇതിൽ വിശ്വസിക്കുന്ന ആളാണ്. കാരണം നമ്മൾ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം അറിയാമല്ലോ, അതിന് പിന്നിൽ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നാൽ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ചെന്നാൽ അവർക്ക് അധികാരം നഷ്ടപ്പെടും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങൾ നിലവിലുണ്ട്, ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ നിലവിലുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എനിക്ക് പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ ശനീശ്വര ക്ഷേത്രത്തിൽ ഞാൻ എന്തോ വലിയ ആളാണ്
എനിക്ക് ഭയങ്കര അധികാരമുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും VIP അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എസ്കോർട്ടിന് ആളുകൾ നിൽക്കുന്നു, അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുക്കുന്നു. അപ്പോൾ ദൈവത്തിനും മുകളിലാണ് ഞാൻ എന്നുള്ള ഒരു ഭാവത്തോടു കൂടി, അഹങ്കാരത്തോടു കൂടി ചെല്ലുമ്പോൾ അത് ഈശ്വരനാണെങ്കിലും ഭഗവാനാണെങ്കിലും വെച്ച് പൊറുപ്പിക്കില്ല. പ്രപഞ്ചത്തെ നയിക്കുന്ന ശക്തിക്ക് അത് പൊറുക്കാൻ പറ്റില്ല. ഈ താണ നിലത്തെ നീരോട് എന്ന് പറയില്ലേ, നമ്മളെപ്പോഴും ഫലവൃക്ഷങ്ങൾ എപ്പോഴും താഴ്ന്നു തന്നെ നിൽക്കും അല്ലേ, അത് തലയുയർത്തി നിൽക്കില്ല. നമ്മൾ വെറും മണ്ട പോയ തെങ്ങുകളൊക്കെ കണ്ടിട്ടുണ്ട്, ചുമ്മാ ഇങ്ങനെ ഹൈറ്റിൽ വളരും. വല്ല ഫലമുണ്ടോ, ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ, എന്തെങ്കിലും വിലയുണ്ടോ? ഒന്നുമില്ല. അതുപോലെ കുറച്ച് നമ്മൾ ഇത്തിരി ഫേമസ് ആണ്, അല്ലെങ്കിൽ നമ്മളെ 4 പേര് അറിയും എന്ന് കരുതി നമ്മൾ എല്ലായിടങ്ങളിലും ചെന്ന് അത് കാണിക്കാം, അതിൻ്റെ പവർ കാണിക്കാം, അതിൻ്റെ ഒരു തീവ്രത കാണിക്കാമെന്നൊന്നും ആരും വിചാരിക്കരുത്. അത് മുതലെടുക്കാമെന്നും വിചാരിക്കരുത്. ചിലയിടങ്ങളിൽ അത് വിലപ്പോവില്ല, നിങ്ങളുടെ നാശത്തിനെ അത് വഴിതെളിക്കുകയുള്ളൂ. ഇനി കുറേ ആളുകൾ പറയാം, അവർ വന്നു നിന്ന് അവരുടെ ഫോട്ടോ എടുക്കുന്നതിന് അവരെന്ത് പിഴച്ചു, ഇവരറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ലല്ലോ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ക്യാമറയൊക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നവർക്ക് കാണാമല്ലോ, ഇവരുടെ കീഴേ വന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാണാമല്ലോ, കുനിയുമ്പോഴും നിവരുമ്പോഴും തിരിയുമ്പോഴും മറിയുമ്പോഴും നേരെ നിൽക്കുന്നില്ല, കിടന്ന് ഞെളിവിരി കൊള്ളുക, ഏത് പൊസിഷനൊക്കെ കാണിക്കണം എന്നുള്ള ഒരു ടെൻഷനിലാണ് ഇവരൊക്കെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളാരാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ പ്രദർശനത്തിനല്ല വരുന്നത്, പൊങ്കാല ഇടാനാണ്, ദേവിയെ പ്രാർത്ഥിക്കാനാണ് വരുന്നതെങ്കിൽ പറയാലോ, ദയവ് ചെയ്ത് ക്യാമറ മാറ്റണം എന്ന് പറഞ്ഞാൽ അവർ പോകും. പക്ഷെ ഇത് നിന്ന് കൊടുക്കുകയാണ്, ഏതൊക്കെ പൊസിഷനിൽ നിൽക്കണം അതൊക്കെ നിന്ന് കൊടുക്കുകയാണ് അവർക്ക് പകർത്താൻ വേണ്ടി. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് നമ്മളാരെങ്കിലും ഇതിനെ വിമർശിക്കുമ്പോൾ നമുക്കെതിരെ വിമർശനമായിട്ട് വരും. ഞങ്ങൾ എന്ത് പിഴച്ചു, ക്യാമറ ഞങ്ങളുടെ കയ്യിലാണോ ഉണ്ടായിരുന്നത്, വഴി വെച്ച് കൊടുത്തിട്ടല്ലേ. മരണവീട്ടിൽ ചെന്ന് അലമുറ ഇടുന്നവരുടെ അണ്ണാക്കിലോട്ട് സൂം ചെയ്ത് അവരുടെ തൊണ്ട കടന്ന് വിറയ്ക്കുന്നതും കണ്ണുനീർ തുള്ളിയിൽ മഴവില്ല് വിരിയുന്നതുമൊക്കെ സൂം ചെയ്ത് കൊടുത്ത് മനുഷ്യരുടെ മാനസിക ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ക്യാമറ മക്കൾക്ക് ഇതൊക്കെ ഒരു വിനോദമാണ്, ഇതൊക്കെ ഒരു നേരം പോക്കാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനുള്ള ഇടമായി ക്ഷേത്ര പരിസരങ്ങളെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ക്ഷേത്ര പരിസരത്ത് തെറിവിളിക്കുന്നത് പോലെ തന്നെയും മദ്യപിച്ച ആഭാസം കാണിക്കുന്നത് പോലെ തന്നെയും തല്ലുകൂടുന്നത് പോലെ തന്നെയും ഒക്കെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം നമുക്ക് കണ്ടാൽ അറപ്പ് തോന്നുന്ന രംഗങ്ങൾ. എനിക്ക് അത്ഭുതം, ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും സെലിബ്രിറ്റികളുടെ മുന്നിലേക്ക് മൈക്കും കൊണ്ട് ഓടുകയാണ്. അതിനുവേണ്ടി തന്നെ ചില റിപ്പോർട്ടർമാരെ അവർ നിയോഗിച്ചിട്ടുണ്ട്. സെലിബ്രിറ്റികളോട് ചോദിച്ചറിയുക, എന്താഗ്രഹത്തിന് വേണ്ടിയാണ്, ആരെങ്കിലും തുറന്നു പറയുമോ, അങ്ങനെ തുറന്നു പറയാമോ, അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ, നിങ്ങൾ എന്താഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൊങ്കാല ഇടുന്നത്. അവരുടെ ഭക്തി എന്നൊക്കെ പറയുന്നത് ഒരാളുടെ സ്വകാര്യതയാണ് അല്ലേ. സ്വകാര്യതയിൽ അവർ വിശ്വസിക്കുന്ന ദൈവവുമായി നടത്തുന്ന ഒരു സംഭാഷണമാണ്, ആശയവിനിമയമാണ് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. അവരെന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇവർക്കൊക്കെ മൈക്ക് കൈ കിട്ടിയ അന്നത്തെ ദിവസം ആകെ ഒരു വെപ്രാളമാണ്. ഈ റിപ്പോർട്ടർമാർക്കൊക്കെ ആണെങ്കിലും എന്ത് ചോദിക്കണം, ആരെ പിടിക്കണം, എങ്ങനെ വെറൈറ്റി സ്റ്റോറികൾ ഉണ്ടാക്കാം. ആറ്റുകാൽ പൊങ്കാല ദിവസം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരിക്കും. ഇപ്പോൾ വെറൈറ്റി ആളുകളെ പിടിച്ച് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയിക്കുക. ഇവരുടെ പുറകെ നടക്കുന്ന നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ ഇത് വർഷാവർഷം കണ്ട് ബാക്കിയുള്ളവർക്ക് മടുപ്പായി. ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പൊക്കെ അവിടെ വന്ന് കിടക്കുന്ന, അത്രയും വെയിലിൽ ഒരുപാട് രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ട അമ്മമാരുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്. അവരോടൊന്നും ചെന്ന് ഒരു വാക്ക് ചോദിക്കാനൊന്നും ആരും മെനക്കെടാറില്ല അല്ലേ. ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നു, ഇത്രയും ബുദ്ധിമുട്ടി വരുന്നു, അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കാറുണ്ട്, ഇല്ലെന്നല്ല, താരതമ്യേന കുറവാണ്. 1-2 പേരോട് മാത്രം ചോദിച്ചിട്ട് ബാക്കി മുഴുവൻ തിരിയുന്നത് ഈ സെലിബ്രിറ്റികളിലേക്കാണ്. എന്ത് പ്രശസ്തി, എന്ത് പേര്, എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? പ്രഹസനങ്ങൾ ആയിക്കോളുക, ചിലപ്പോൾ ഇവരുടെയൊക്കെ ജീവിതമാർഗമായിരിക്കും ഇവരുടെ ഈ പ്രദർശനം. അത് പക്ഷേ ക്ഷേത്ര പരിസരത്ത് നടക്കുമ്പോൾ നമുക്ക് കാണുന്നവരിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. എനിക്ക് ഏതായാലും അത് കണ്ടപ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടായി. ഇതൊക്കെ അല്പം ഓവറല്ല, അല്പം കൂടുതൽ ഓവറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് എനിക്കറിയില്ല. എന്തിനാണ് എല്ലാ കാര്യത്തിലും കിടന്നൊരു നെഗറ്റീവ് ചെയ്യുന്നത് എന്നും ചിന്തിക്കരുതേ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാട്ടണം. ആരുടെയെങ്കിലുമൊക്കെ ഉള്ളിൽ ശരിയാണല്ലോ എന്നൊരു ചിന്ത ഉണ്ടായാൽ എൻ്റെ ഇത്രയും സമയം പാഴായില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു.